അതെ പപ്പേ, സത്യം ഞാൻ പറയുന്നത്. ഈ നിൽക്കുന്ന ദേവച്ചന്റെ സ്വന്തം മകളാ നമ്മുടെ ഷീതു. അവള് അവൾ അനാഥയല്ല. ചാർലി പറയുന്നത് കേട്ട് എല്ലാവരിലും ഒരു പുഞ്ചിരി ഉണ്ടായി. ഒപ്പം സങ്കടം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്നാൽ ഷീതുവിന്റെ ഹൃദയമിടിപ്പ് കൂടി. അതവൾക്ക് കേൾക്കാൻ പാകത്തിന് ഉയർന്നു. കൈകൾ വിറച്ചു. ചുണ്ടുകൾ വിതുമ്പി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇത്രയും ദിവസം സാറെന്ന് വിളിച്ചത് തന്റെ സ്വന്തം അച്ഛനെയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചാർലി പക്ഷേ ഇതെങ്ങനെ? പപ്പ വീണ്ടും സംശയത്തോടെ അവനെ നോക്കി. ദേവൻ മദറിനെ ചെന്ന് കണ്ട കാര്യവും മദറിന് സംശയം തോന്നി ചാർലിയെ വിളിപ്പിച്ചതും പിന്നീട് DNA ടെസ്റ്റ് നടത്തിയതും ഒക്കെ അവൻ എല്ലാവരോടും പറഞ്ഞു. അപ്പം മോൾക്കും ഇതൊക്കെ അറിയായിരുന്നോ? DNA ടെസ്റ്റ് നടത്തിയ കാര്യം ചോദിച്ചതും അവന്റെ മമ്മി സംശയത്തോടെ അവളെ നോക്കി. എന്നാൽ ഇതെല്ലാം കേട്ട് അന്തം വിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി ഇരിക്കുകയായിരുന്നു അവൾ. മമ്മി അങ്ങനെ ചോദിക്കുന്നത് കേട്ട് അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി. അവൾക്കൊന്നും അറിയില്ല മമ്മി. നിങ്ങളെപ്പോലെ തന്നെ സത്യങ്ങളൊക്കെ അവൾ ഇപ്പോഴാ അറിയുന്നത്. അവൻ പറയുന്നത് കേട്ട് എല്ലാവരും സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അതെ, മധുര വിളിച്ച് എന്നോട് DNA നടത്താൻ സാമ്പിൾ വേണോന്ന് പറഞ്ഞപ്പോൾ ഇവളറിയാതെ എങ്ങനെ ഇത് ഒപ്പിക്കുമെന്നായിരുന്നു എൻ്റെ ചിന്ത. പക്ഷെ അവസാനം ഞാനത് നേടിയെടുത്തു, ഇവള് പോലും അറിയാതെ. ഒരിക്കൽ ഞാൻ ഇവളോട് സംസാരിക്കുന്നതിനിടയിൽ ഇവളെ ചേർത്ത് പിടിച്ചപ്പോൾ ഇവളുടെ മുടി ഞാൻ സാമ്പിളിനായി എടുത്തിരുന്നു. സാധാരണ മുടിയെടുക്കുമ്പോൾ റൂട്ടോടു കൂടിയാ വേണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കിടന്ന ഈ ചെയിനിൽ ഇവളുടെ മുടി കുരുങ്ങുന്ന വിധമാക്കിയതിന് ശേഷമാണ് ഞാനത് വലിച്ചെടുത്തത്. നിനക്ക് അത് ഓർമ്മയുണ്ടോ ഷീതു? അവനൊരു ചിരിയോടെ പറയുന്നത് കേട്ട് അവൾ കഴിഞ്ഞ സംഭവം ഓർത്തു. അന്നൊരിക്കൽ തൻ്റെ അച്ഛനെയും അമ്മയും കണ്ടെത്തുന്ന കാര്യവും അവരെ കാണണമോ എന്ന ആഗ്രഹം ചോദിച്ചതും ആ ദിവസമായിരുന്നു. അന്ന് എല്ലാവരും സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇച്ചായൻ്റെ നെഞ്ചിലേക്ക് ഞാൻ ചാഞ്ഞു. അന്ന് ഇച്ചായൻ എന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. പെട്ടെന്ന് ഇച്ചായൻ്റെ കയ്യിൽ കിടന്ന ചെയിനിൽ എൻ്റെ മുടി കുരുങ്ങി. ഒരു തരത്തിലും അത് എടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ ഇച്ചായൻ അത് എടുത്തു. എന്നാൽ ഒന്ന് രണ്ട് മുടി ചെയിനിൽ കുരുങ്ങിക്കിടന്നിരുന്നു. അവൾ മനസ്സിൽ അതൊക്കെ ഓർത്തു. DNA ടെസ്റ്റ് നടത്തിയോ ചേട്ടായി? റയാൻ സംശയത്തോടെ അവനെ നോക്കി. അത് നടത്തിയത് കൊണ്ടല്ലേ ഇവർ രണ്ടുപേരും അച്ഛനും മകളുമാണെന്ന് എല്ലാവരും അറിഞ്ഞത്. പിന്നെ ആ സത്യങ്ങളൊന്നും ഇപ്പം പറയണ്ടെന്ന് കരുതി. കാരണം ആ ദിവസം തന്നെയായിരുന്നു ഇവളെയും കുഞ്ഞിനെയും അവരുടെ ആൾക്കാർ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷവാർത്ത അറിഞ്ഞപ്പോൾ എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ല. ഒരുപക്ഷെ ദൈവത്തിൻ്റെ നിശ്ചയം ഇതായിരുന്നു കാണും. ഇങ്ങനൊരു സന്ദർഭത്തിൽ ഇവിടെ വെച്ച് സത്യങ്ങൾ അറിയണമെന്നായിരുന്നു കാണും ദൈവവും തീരുമാനിച്ചത്. ചാർലി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി. ഇതുവരെയും അവൾ ഒരു അനാഥയാണെന്നും അവൾക്ക് ആരുമില്ലെന്നുമാ കരുതിയിരുന്നത്. എന്നാൽ തിരുവനന്തപുരത്ത് ഒരു അറിയപ്പെടുന്ന തറവാട്ടിലെ ഏറ്റവും മൂത്ത പുത്രന്റെ മകളാണെന്നുള്ള സത്യം അതെല്ലാവരെയും സന്തോഷിപ്പിച്ചു. അത് മാത്രമല്ല, ഇത്രയും നാൾ സ്വന്തം മകളെ പോലെ സ്നേഹിക്കുകയും കെയർ ചെയ്യുകയും ചെയ്തിരുന്ന ആൾ തന്നെയാണ് അവളുടെ സ്വന്തം അച്ഛനെന്നറിഞ്ഞതും എല്ലാവർക്കും അത് ഇരട്ടി സന്തോഷമായിരുന്നു. ചാർലി ഇതൊക്കെ പറയുന്നത് കേട്ട് കട്ടിലിൽ ഷീതുവിന്റെ കാലിന്റെ അടുത്തിരിക്കുകയായിരുന്നു ദേവൻ. ഷീതു പെട്ടെന്ന് കട്ടിലിൽ നിന്നും അയാളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഇപ്പോഴും തന്റെ കൺമുൻപിൽ കണ്ടതും താൻ കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ വിശ്വസിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. അയാൾ തൻ്റെ ഒരു കൈ കട്ടിലിൽ വെച്ചിരിക്കുകയായിരുന്നു. തൻ്റെ കയ്യിൽ ആരോ തൊടുന്നത് പോലെ തോന്നിയതും അയാൾ തല ചരിച്ചു വെച്ച് നോക്കി. കണ്ണുകൾ നിറച്ച് വിതുമ്പുന്ന ചുണ്ടുകളുമായി അയാളെ നോക്കിയിരിക്കുകയായിരുന്നു ഷീതു. ഇസോപ്പോഴേക്കും റയാന്റെ കയ്യിലെത്തിയിരുന്നു. മോളെ. അയാൾ ഒരു കൈ അവളുടെ കവളിൽ വെച്ചുകൊണ്ട് മറുകൈ അവൾ വെച്ചിരുന്ന കൈയിൽ മുറുക്കെ പിടിച്ചു. എല്ലാവരും അവരെ രണ്ടുപേരെയും നോക്കി. ചാർലിയുടെ മമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഋഷുവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അച്ഛാ. അവൾ വിറയലോടെ അയാളെ വിളിച്ചു. പെട്ടെന്ന് അയാൾ തൻ്റെ മകളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിങ്ങി. അവളും അയാളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കണ്ടുനിന്ന എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ചീത്തുവാണേൽ ഒന്നും മനസ്സിലാവാതെ ഷീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. രയാപ്പേ, ചീത്തു എന്തിനാ കരയുന്നേ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. അത് ഷീതു അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നതുകൊണ്ടാ. അവൻ തിരികെ കുഞ്ഞിനോട് മറുപടി പറഞ്ഞതും അവൾ ആണോ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഷീതുവിനെയും. അച്ഛാ, ഇത്രയും വർഷം എന്നെ എന്താ തിരക്കി വരാഞ്ഞത്? ഞാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചെന്നറിയോ? എനിക്ക് ജന്മം നൽകിയ അച്ഛനെ അമ്മയും കാണാൻ ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ? എന്തിനാ നിങ്ങൾ രണ്ടുപേരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്? ഞാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ടെന്നറിയോ? സ്കൂളിലും കോളേജിലും ഒക്കെ എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു. എനിക്ക് അച്ഛനും അമ്മയും ഇല്ലെന്ന് പറഞ്ഞിട്ട്. പേരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും അച്ഛനോ അമ്മയോ ആരേലും വരും. എനിക്ക് മാത്രം ആരും ഉണ്ടാവില്ല. കളിയാക്കലുകളും വിഷമവും ഒന്നും സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പേരൻസ് മീറ്റിംഗ് ഉള്ള ദിവസം ഞാൻ സ്കൂളിലും കോളേജിലും പോവാറില്ല. എല്ലായിടത്തും ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെങ്കിലും എനിക്ക് അവകാശിയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളൊന്നും തന്നെ നടക്കില്ലായിരുന്നു. ഇത്രയും വയസ്സിനിടയ്ക്ക് ഞാൻ വിഷമിച്ചതുപോലെ ആരും വിഷമിച്ചിട്ടുണ്ടാവില്ല അച്ഛാ. അവൾ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. മോളെ, കരയല്ലേ, ദേ നോക്കിക്കേ. അതും പറഞ്ഞ് അയാളുടെ നെഞ്ചിൽ നിന്നും അവളുടെ മുഖം പിടിച്ചുയർത്തി. അച്ഛനിപ്പോൾ എൻ്റെ മോളെ തിരക്കി വന്നില്ലേ?
എത്ര വർഷമായിട്ട് അച്ഛൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നറിയോ? അന്വേഷിക്കാത്ത ദേശങ്ങളും സ്ഥലങ്ങളും ഒന്നും തന്നെയില്ല. ഒടുവിൽ അവസാനമാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ വന്നപ്പോൾ പോലും എനിക്ക് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എൻ്റെ രക്തത്തിൽ ജനിച്ച കുഞ്ഞിനെ, എൻ്റെ മോളെ ഇങ്ങനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അയാളും അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞു. കണ്ടുനിന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷം തോന്നി. റിഷു അച്ഛൻ്റെയും മകളുടെ സ്നേഹം കണ്ട് കരഞ്ഞു പോയിരുന്നു. അവൾ തൻ്റെ കണ്ണുകൾ തുടയ്ക്കുന്നത് കണ്ട് ക്രിസ്റ്റി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അന്നവർക്ക്. ദേവനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാളും അലഞ്ഞതിൻ്റെയും അന്വേഷിച്ചതിൻ്റെയും ഫലമായിരുന്നു എന്ന് കണ്ടത്. അത് വല്ലാത്തൊരു സന്തോഷം നൽകുന്നത് പോലെ അയാൾക്ക് തോന്നി. ഇത്രയും നാളും കഷ്ടപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്നതൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ ഇത്രയും വലിയൊരു സന്തോഷം നൽകാനായിരിക്കണം ദൈവം ഇത്രയും നാളും അയാളെ പരീക്ഷിച്ചതെന്ന് അയാൾക്ക് തോന്നിയിരുന്നു. തൻ്റെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചിരിക്കുമ്പോൾ ചാർലിക്ക് ശേഷം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ താൻ സുരക്ഷിതത്വം അനുഭവിക്കുന്നത് ആ നെഞ്ചിലാണെന്ന് അവൾക്ക് തോന്നിയിരുന്നു. രഞ്ജിത്തും മറ്റ് പോലീസുകാരും കൂടി വർഗീസിനെ വിലങ്ങൊക്കെ വെച്ചതിന് ശേഷം റിൻസിയുടെ ബോഡി കാണിക്കാൻ കൊണ്ടുപോയി. പോലീസ് ജീപ്പ് ആ വീടിൻ്റെ മുൻപിലേക്ക് വന്ന് നിന്നതും എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് നീണ്ടു. വിലങ്ങ് വെച്ച് പോലീസ് അകമ്പടിയോടുകൂടി നടന്നു വരുന്ന അയാളെ എല്ലാവരും നോക്കി. പലരും അടക്കം പറഞ്ഞു, ആ നാട്ടിലെ പേരുകേട്ട കുടുംബത്തിൽ അതും ഇത്രയും പണമൊക്കെ ഉള്ള ഒരാൾ എന്തിനിതൊക്കെ ചെയ്തു എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. എല്ലാവരുടെയും കണ്ണുകൾ തൻ്റെ നേർക്ക് മാത്രമാണെന്ന് മനസ്സിലാക്കിയ അയാളുടെ തല കുനിഞ്ഞു. ഒപ്പം തൻ്റെ മകളുടെ മരണം അയാളുടെ മാനസികാവസ്ഥ തകരാറിലാക്കിയിരുന്നു. അയാൾ വിറയലോടെ തൻ്റെ വീടിൻ്റെ അകത്തേക്ക് കയറി. അവിടെ കട്ടിലിൽ വെള്ള പുതപ്പിച്ച് കിടത്തിയിരുന്ന തൻ്റെ മകളുടെ ശരീരം കണ്ട് അയാൾ വിറങ്ങലിച്ചു പോയി. അയാൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല തൻ്റെ മകൾ ഈ ലോകത്തിലില്ല എന്നുള്ള സത്യം. തൻ്റെ മകളുടെ മരണത്തിനൊപ്പം അവളുടെ ശരീരത്തിന്റെ അടുത്ത് കയ്യിൽ വിലങ്ങ് വെച്ച് നിൽക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ട് റിൻസിയുടെ മമ്മി നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവരെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ അടുത്തുണ്ടായിരുന്നവർ ശ്രമിച്ചിരുന്നുവെങ്കിലും അവർ തലതല്ലി കരഞ്ഞു. തൻ്റെ ഭാര്യയുടെ അവസ്ഥ കണ്ടിട്ട് അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും ആ നിമിഷം മനസ്സിലായില്ല. ചെയ്തു കൂട്ടിയത് മുഴുവൻ തനിക്ക് എതിരായിട്ട് വന്നല്ലോ എന്ന് അയാൾ പല നിമിഷം അവിടെ നിന്നുകൊണ്ട് തന്നെ ചിന്തിച്ചു. മോളെ, അയാൾ നിലത്ത് മുട്ടുകുത്തിയിരുന്ന് തൻ്റെ മകളുടെ കാലിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കണ്ടുനിന്ന എല്ലാവരിലും അത് സങ്കടമുണ്ടാക്കിയിരുന്നു. കുറച്ചു നിമിഷം അയാൾ അവിടെ തന്നെ ഇരുന്നു. വർഗീസ്, പോകാം. രഞ്ജിത്ത് അയാളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു. സർ. അയാൾ യാചിക്കുന്നത് പോലെ രഞ്ജിത്തിന്റെ മുൻപിൽ കൈകൂപ്പി. എടോ, ഇതൊന്നും ഞങ്ങളാരും വരുത്തിവെച്ച കാര്യമല്ല. താൻ തന്നെയാ തൻ്റെ മകളെ വളർത്തി നശിപ്പിച്ചത്. ഇനിയും ജീവിക്കേണ്ട ഒരു കുട്ടിയായിരുന്നു ഇത്. അതിൻ്റെ തലയിലും മനസ്സിലും ഓരോന്ന് കുത്തി നിറച്ച് അതിനെ ഈ അവസ്ഥയിലാക്കിയത് അപ്പനായ താൻ തന്നെയല്ലേ? ഇനി താൻ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. വാ, എഴുന്നേൽക്ക്. തനിക്ക് തൻ്റെ മകളെ കാണണമെന്ന് പറഞ്ഞു. അവസാനമായിട്ട് തന്നെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുമുണ്ട്. രഞ്ജിത്ത് അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അയാൾ നിസ്സഹായതയോടെ അവരെ നോക്കി. വാ, നടക്ക്. അയാൾ പറഞ്ഞതും വേറെ നിവർത്തിയില്ലാതെ വർഗീസ് നടന്നു. അച്ചായ. അയാളുടെ ഭാര്യ അവിടെ നിന്നും എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് ചെന്ന് അയാളുടെ കയ്യിൽ പിടിച്ചു. വർഗീസ് വിഷമത്തോടെ തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അച്ചായ, എനിക്കിനി ആരാ ഉള്ളത്? എന്തിനാ ഇതൊക്കെ ചെയ്തത്? അവസാനം ഞാൻ മാത്രം ഒറ്റയ്ക്കായില്ലേ? നമ്മുടെ മകളും നമ്മുടെ വിട്ട് പോയില്ലേ അച്ചായ? അവർ പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. രഞ്ജിത്ത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന 2-3 സ്ത്രീകളെ കണ്ണു കാണിച്ചു. അത് മനസ്സിലായതുപോലെ അവർ വന്ന് അവരെ അയാളിൽ നിന്ന് മാറ്റി. മറുപടി ഒന്നും തന്നെ പറയാനാകാതെ അയാൾ തലകുനിച്ചു. പിന്നെ പോലീസുകാരോടൊപ്പം ജീപ്പിൻ്റെ അടുത്തേക്ക് നടന്നു. തൻ്റെ പപ്പയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദം വീണ്ടും റിൻസിയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും അവളുടെ ബോഡി പള്ളിയിലേക്ക് എടുക്കാനായിരുന്നു. ആദം ശരിക്കും പറഞ്ഞാൽ കുഴഞ്ഞു പോയി എന്ന് തന്നെ പറയാം. എവിടെയാണ്, എന്താണ് താൻ ചെയ്യേണ്ടതെന്ന് അവന് മനസ്സിലായില്ല. ആകെ ഒരു പുക പോലെയായിരുന്നു അവനെല്ലാം. താൻ ചെയ്തു കൂട്ടിയ എന്തൊക്കെയോ പാപങ്ങളുടെ ഫലം തന്നെ വളഞ്ഞിട്ട് പിടിക്കുന്നത് പോലെ അവന് തോന്നി. ചാർലിയുടെ പപ്പയും മമ്മിയും മറ്റുള്ളവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് പോയിരിക്കുകയാണ്. ചാർലിക്കും ഷീതുവിനും റൂമിലേക്ക് ഫുഡ് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ദേവനും അവരോടൊപ്പം പോയി. കുഞ്ഞിനെ റയാനും കൊണ്ടുപോയിരുന്നു. ഇച്ചായ. ഫുഡിന് മുൻപേ കഴിക്കേണ്ട അവളുടെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ചാർലി. പെട്ടെന്നാണ് അവൾ പുറകിൽ നിന്നും വിളിച്ചത്. അവൻ സംശയത്തോടെ അവളെ തിരിഞ്ഞു നോക്കി. പിന്നെ ആ ടാബ്ലറ്റും ഒരു കുപ്പി വെള്ളവുമായി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്താടാ? അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നതിന് ശേഷം അവളുടെ മുഖത്തേക്ക് കൈവച്ചുകൊണ്ട് ചാർലി സംശയത്തോടെ ചോദിച്ചു. താങ്ക്സ് ഇച്ചായ. എങ്ങനെയാ ഞാൻ ഇതിനൊക്കെ ഇച്ചായനോട് നന്ദി പറയേണ്ടത്? അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ചോദിച്ചു. എന്താ പെണ്ണെ ഇതൊക്കെ? നിന്റെ ആവശ്യങ്ങൾക്ക് അതൊക്കെ എൻ്റെയും കൂടിയല്ലേ. നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നാൽ അതിന് നീ എന്നോട് താങ്ക്സ് പറയുന്നത് എന്തിനാ? അതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അവൻ പരിഭവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. നിനക്ക് ഇപ്പം സന്തോഷമായോ? അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ തലയാട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിച്ചില്ല ഇച്ചായ എൻ്റെ അച്ഛനെ എനിക്ക് കാണാൻ പറ്റുമെന്ന്. മനസ്സിൽ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അവരെയൊക്കെ ഒരു നോക്കെങ്കിലും മാറി നിന്ന് കാണണമെന്ന്. ഇത്ര അടുത്ത് എൻ്റെ അച്ഛൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് എനിക്ക് എൻ്റെ അച്ഛൻ്റെ മുഖം കാണാൻ കഴിയുമെന്ന് ഒരിക്കൽ പോലും ഞാൻ കരുതിയില്ല. അതുമാത്രമല്ല, ഇത്രയും ദിവസം ഒരു സാറെന്നതിലുപരി
എൻ്റെ ഒരു ഗാർഡിയനായിട്ട് എൻ്റെ കൂടെ നിന്ന് ആൾ തന്നെയാണ് എൻ്റെ സ്വന്തം അച്ഛനെന്ന് അറിഞ്ഞപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. എല്ലാം വെറും ഒരു സ്വപ്നം പോലെ തോന്നുവാ എനിക്ക്. അവൾ കണ്ണുകൾ നിറച്ച് അവനെ നോക്കി പറഞ്ഞു. അവനാണെങ്കിൽ ഒരു പുഞ്ചിരിയോടെ അവളെ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. ഇനി എനിക്ക് ഒരു ആഗ്രഹം കൂടിയുണ്ട് ചായ. അവൾ പറഞ്ഞതും അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എനിക്ക് എൻ്റെ അമ്മയെ കൂടി ഒന്ന് കാണണമെന്നുണ്ട് ചായ. ദൂരെ നിന്ന് കണ്ടാൽ മതി, അടുത്തേക്കെങ്ങും പോകണ്ട. ചിലപ്പോൾ അമ്മ വേറൊരു നല്ല ജീവിതത്തിലാണെങ്കിലോ, അമ്മയ്ക്ക് വേറെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം ഞാൻ ആഗ്രഹിക്കുന്നില്ല. അച്ഛന് പിന്നെ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ടും അച്ഛൻ വേറെ വിവാഹം കഴിക്കാഞ്ഞതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷെ അമ്മ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലോ, അതുകൊണ്ട് എനിക്ക് ദൂരെ നിന്ന് കണ്ടാൽ മതി. എൻ്റെ അമ്മ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. അവൾ ആകാംക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ആ നിമിഷം അവളുടെ സ്വന്തം അമ്മ അത് സോണിയുടെ അമ്മ തന്നെയാണെന്ന് അവളോട് പറയണമെന്ന് ചാർലിയുടെ മനസ്സിൽ തോന്നിയിരുന്നു. പിന്നെ അവനത് വേണ്ടെന്ന് വെച്ചു. നമുക്ക് കണ്ടെത്താം ഷീതു. അച്ഛനെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അതുപോലെ തന്നെ നിന്റെ അമ്മയെ നമ്മൾ കണ്ടുപിടിക്കും. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആ ഒരു പ്രതീക്ഷയോടെ അവളും അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇച്ചായ, പിന്നെ അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവളെന്തോ പറയാൻ വരികയാണെന്ന് അവന് മനസ്സിലായി. എന്താടാ പറയ്, നിനക്ക് വിശക്കുന്നുണ്ടോ? അവൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. അതിന് അവളില്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. റിൻസിയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു കാണുമോ? എനിക്ക് അവളെ ഒന്ന് അവസാനമായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. വേണ്ട ഷീതു, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാക്കിയവരെ ഒന്നും നമ്മൾ കാണേണ്ട കാര്യമില്ല. നീ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. ഒരു സഹോദരിയായിരുന്നു നിനക്ക്, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. പക്ഷെ നീ കണ്ടതുപോലെയൊന്നുമല്ല അവൾ നിന്നെ കണ്ടത്. അവൾക്ക് നിന്നോട് എപ്പോഴും ദേഷ്യമായിരുന്നു. അവളേക്കാൾ മുൻപേ ഓരോ സ്ഥാനത്തും നീ എത്തുന്നതിന് അവൾക്ക് നിന്നോട് അസൂയായിരുന്നു. അതുകൊണ്ട് തന്നെ നിനക്ക് പലതും നഷ്ടപ്പെട്ടത്, അതൊക്കെ അവൾ നേടിയെടുത്തതും. അങ്ങനെയുള്ളവരുടെ വേർപാടി നമ്മൾ പോകേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ ഈ പുലിക്കളത്തിൽ ചാർലിക്ക് എന്നെ കിട്ടിയത്? അവൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടുവിരൽ വെച്ച് കുറുമ്പോടെ അവൾ അത് പറയുന്നത് കേട്ടതും ചാർലി ഒരു നിമിഷം അവളുടെ മുഖത്തേക്ക് നോക്കി. ആഹാ, എൻ്റെ കൊച്ചിപ്പോ ഉഷാറായല്ലോ. അവൻ അവളുടെ ഇടുപ്പിൽ കൂടി കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും നാണത്തോടെ ഷീതു അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴ്ത്തി.